ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഏതായാലും നാളെ വിധി പറയും കൊല്ലം വിജിലൻസ് കോടതി എന്നറിയുന്നു. ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഹരി, ഇതിലെ മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരുമ്പോൾ അതിൽ ആശങ്കയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കോടതി SIT അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ പോലും മുഖ്യപ്രതി പോലും പുറത്തിറങ്ങുന്നു സ്വാഭാവിക ജാമ്യം കിട്ടിക്കൊണ്ട് എന്നതാണ് ഇതിലെ വസ്തുത. നാളെ ഇപ്പോൾ വിധി പറയുമല്ലേ? വിനിത, ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്വാഭാവിക ജാമ്യം നേടി പ്രതികൾ പുറത്തിറങ്ങുന്നത് ആശങ്കയുണ്ടാക്കുന്നതല്ല എന്ന് കൂടി പറയുമ്പോൾ SITക്ക് ആശ്വാസമാണ്. പക്ഷേ അതേസമയം തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കും. നാളെയാണ് ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. പക്ഷേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതു വിധേനയായിരിക്കും ഒന്നാം പ്രതിയായിട്ടുള്ള ഈ കേസിന്റെ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുന്ന രീതിയിലോ എന്തെങ്കിലും നിലയിൽ പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ ഏറ്റവും നിർണായകമായ കണ്ണിയായതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ നിമിഷത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്യുന്ന നടപടി EDയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതേസമയം തന്നെ SIT ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി കുറേയേറെ നടപടികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചിരുന്നു. ചില റിയൽ എസ്റ്റേറ്റ് കേസുകൾ, ചെക്ക് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വിടാൻ. പക്ഷേ അത് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ SITക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കേസ്, അതായത് കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ വരികയും അതിൽ പൂർണ്ണമായിട്ട് വാദം കേട്ടുകൊണ്ട് നാളെ വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുവരെ ഈ കേസിലെ ഒരു പ്രതികളുടെയും സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ കോടതി നിരാകരിച്ചിട്ടില്ല. അവർക്കെല്ലാം ജാമ്യം കൊടുത്തുവിടുകയായിരുന്നു. ആദ്യം മുരാരി ബാബു, പിന്നീട് D സുധീഷ് കുമാറും. അതിൽ ശ്രീകുമാറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം കൊടുത്തുവിട്ടത്. ഇനിയിപ്പോൾ KS ബൈജുവിന്റെ 11-ാം തീയതിയും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് മാത്രമായി ഒരു വിവേചനപരമായ നിലപാട് കോടതി സ്വീകരിക്കുമോ എന്നുള്ളത് സംശയകരമാണ്. സ്വാഭാവികമായിട്ടും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് നാളെ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.